രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തുടങ്ങിയതാണ് USSR കോൾഡ് വാർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൈ ക്യാമറയുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ഓരോ രാജ്യവും എന്തൊക്കെ സന്നാഹങ്ങൾ നടത്തുന്നു എന്ന് മറ്റേ രാജ്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനുള്ള ഏറ്റവും വലിയൊരു തടസ്സം എന്താണെന്ന് വെച്ചാൽ ക്യാമറയുടെ അക്യുറസിയാണ്. ആ പരീക്ഷണങ്ങളിൽ എന്നും മുന്നിട്ട് വന്നത് അമേരിക്കയായിരുന്നു. ഏകദേശം 8 മാസം മുമ്പ് അമേരിക്ക ഒരു ക്യാമറ ഡെവലപ്പ് ചെയ്തു. വളരെ ഹൈ റെസൊല്യൂഷൻ ക്യാമറ. 500 മീറ്റർ ദൂരെ നിന്ന് ഒരു ചായക്കപ്പിന്റെ ഫോട്ടോ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്ന അത്രയും റെസൊല്യൂഷനുള്ള ഒരു ക്യാമറ. അത് അടുത്ത സാറ്റലൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് CIA ഏജൻസിന് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാരണം അത് ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിലായിരുന്നു. അതങ്ങോട്ട് കൊണ്ടുപോയത് എങ്ങനെ എന്നും കണ്ടുപിടിച്ചു. ഒരു പോളണ്ട് എയർവേസിന്റെ വിമാനത്തിലായിരുന്നു. പക്ഷേ കസ്റ്റംസ് ചെക്ക് ഒഴിവാക്കുന്നതിനായിട്ട് ആ വിമാനത്തിന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ അത് മയാമി ബീച്ചിലേക്ക് പോകുന്നു എന്നാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. ആകാശത്തിലേക്ക് വരുന്നതിന് ശേഷം അത് വളരെ പെട്ടെന്ന് ദിശ മാറി ഹവാനയിലേക്ക് പോകുമായിരുന്നു. അധികം വൈകാതെ ആ ക്യാമറ USSRന്റെ ഒരു സാറ്റലൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു.